യുദ്ധം അവസാനിപ്പിക്കാൻ 3 ഉപാധികളുമായി ഇറാൻ. യുദ്ധം ആരംഭിച്ച് ഇതാദ്യമായിട്ടാണ് ഒരു സമാധാന ശ്രമത്തിന് ഇറാൻ സന്നദ്ധത അറിയിക്കുന്നത്. പാകിസ്ഥാനുമായും US-ഉമായും നടത്തിയ ഉന്നതതല ചർച്ചകൾക്ക് പിന്നാലെയാണ് തീരുമാനം. ഇതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ഇറാനെതിരെ പ്രമേയം പാസാക്കി. ഇറാനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടെന്നും ഉടൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. And as we take decisive action to stop the threat posed by the terrorist regime in Iran with Operation Epic Fury. Is that a great name? Well, it's only good if you win. You know, you can only do. And we've won. Let me say, we've won. You know, you never like to say too early you won. We won. We won the bet. In the first hour, it was over. We don't want to leave early, do we? We got to finish the job, right? യെസ്, അതാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഹോർമുസ് കടലിടുക്ക് വഴി 2 ഇന്ത്യൻ കപ്പലുകളെ കടന്നുപോകാൻ ഇറാൻ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാനുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ഈ നടപടി. എന്നാൽ ഹോർമുസ് വഴി കടന്നുപോകാൻ ശ്രമിച്ച നിരവധി കപ്പലുകളെ ഇറാൻ ഇന്നും ആക്രമിച്ചിട്ടുണ്ട്. ആകെ 13 കപ്പലുകളാണ് യുദ്ധം തുടങ്ങി ഇന്നുവരെ ആക്രമിക്കപ്പെട്ടത്. ഇന്ത്യൻ കപ്പലിന് കടന്നുപോകാൻ അനുമതി നൽകിയ കാര്യം സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യം വൻ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന കടുത്ത ആശങ്ക നിലനിൽക്കുന്നതിനിടെ പശ്ചിമേഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി മുംബൈ തീരത്ത് കപ്പലെത്തി. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ പശ്ചിമേഷ്യയിൽ നിന്ന് ആദ്യ കപ്പൽ എത്തിയെന്ന പ്രത്യേകതയുമുണ്ട്. 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി വൈകാതെ രാജ്യത്തെത്തും. അതിനിടെ ഊർജ്ജ പ്രതിസന്ധിയിൽ ശക്തമായ വാക്പോരാണ് ഇന്ന് പാർലമെന്റ് സമ്മേളനത്തിനിടെ ഉണ്ടായത്. ഊർജ്ജ പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി സഭയിൽ പറഞ്ഞു. അമേരിക്ക പറയുന്നത് കേൾക്കുന്നത് എന്തിനെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. Alternate fuel options are being activated to ease pressure on LPG and gas channels. Kerosene is being made available through retail outlets and PDS channels, and fuel oil is being made available for industrial and commercial consumers. The Ministry of Environment has advised state pollution control boards to permit for the duration of this crisis period the use of biomass, RDF pellets and kerosene coal as alternate fuels for the hospitality and restaurant segment for 1 month. വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്താണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം? ഇത് കേന്ദ്രത്തിൻ്റെ ഒരു പുതിയ തീരുമാനം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകുന്നൊരു സാഹചര്യമാണ്. ഗ്രാമീണ മേഖലയിൽ LPGക്കുള്ള ബുക്കിംഗ് കാലാവധി 45 ദിവസമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലകൾ എന്ന് പറയുമ്പോഴും അവിടെയൊക്കെ തന്നെ ഈ നഗര സ്വഭാവത്തിലുള്ള പല മാറ്റങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ LPG ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വീടുകൾ ധാരാളമുണ്ട്. അത്തരം വീട്ടുകാർക്കൊക്കെ വലിയ തിരിച്ചടിയാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നഗരങ്ങളിൽ നേരത്തെ 25 ദിവസത്തെ ഇടവേള എന്ന് തീരുമാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗ്രാമങ്ങളിൽ 45 ദിവസത്തെ ഇടവേള കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ വിറകൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ വലിയ തോതിൽ ജനജീവിതത്തെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ തീരുമാനം മാറും എന്ന കാര്യം ഉറപ്പാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ ഒരു കപ്പൽ ക്രൂഡുമായി ഇന്ത്യൻ തീരത്തെത്തിയെന്ന ഒരു ശുഭകരമായ വാർത്ത. ഷെൻലോങ് സൂയസ് മാക്സ് എന്ന ലൈബീരിയൻ കപ്പലാണ് ഇപ്പോൾ മുംബൈ തീരത്തെത്തിയിട്ടുള്ളത്. സൗദിയിലെ റാസ് തനൂര തുറമുഖത്തിൽ നിന്നാണ് ഈ കപ്പൽ യാത്ര പുറപ്പെട്ടത്. അധികം വൈകാതെ തന്നെ 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി രാജ്യത്തേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. പുഷ്പക്, പരിമൾ എന്നീ 2 കപ്പലുകൾക്ക് യാത്രാനുമതി ഇറാൻ നൽകിയെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യ ഇതുവരെ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. എങ്കിൽ തന്നെയും ഇന്ത്യൻ കപ്പലുകൾക്ക് യാത്രാനുമതി ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ 2 കപ്പലുകൾ കൂടി അധികം താമസിയാതെ ഇവിടേക്ക് എത്തും. ഈ ഹോർമുസ് കടലിടുക്ക് വഴി പ്രതിദിനം 13 മില്യൺ ബാരൽ ഇന്ധനത്തിൻ്റെ കൈമാറ്റമാണ് നടന്നുകൊണ്ടിരുന്നത്. അതെല്ലാം തന്നെ നിശ്ചലമാകുന്നൊരു സാഹചര്യമാണ്. മാത്രമല്ല ഇതുവരെ 13 മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെ ഇറാൻ ആക്രമിക്കുന്ന നിലയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇത് അമേരിക്കയുടെ കപ്പൽ US ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെ നിരന്തരം ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് പാർലമെൻറ്റിലും വലിയ ചൂടേറിയ ചർച്ചകളാണ് ഊർജ്ജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടന്നത്. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധി ഇല്ലെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. ഇക്കാര്യം കേന്ദ്ര പെട്രോളിയം മന്ത്രി പാർലമെൻറ്റിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഈ അമേരിക്കയെ കേട്ടുകൊണ്ട് എന്തിനാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്? പരമാധികാരം അടിയറ വയ്ക്കുന്ന നടപടിയാണ് ഇപ്പോൾ
കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിമർശനം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഓക്കെ, വിനോദ് ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ഗാർഹിക സിലിണ്ടറുകൾക്ക് 27 ദിവസത്തെ ഇടവേളയായിരുന്നല്ലോ പ്രഖ്യാപിച്ചത്. അത് 45 ദിവസമായി മാറ്റിയെങ്കിൽ അതൊരു വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന തീരുമാനമായി മാറില്ലേ? തീർച്ചയായും സഹിത്ത്, ഇതിപ്പോൾ ഗ്രാമീണ മേഖലകൾക്ക് എന്നൊരു തീരുമാനമാണ് വന്നിട്ടുള്ളത്. അത് നഗരത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഗ്രാമീണ മേഖലകളിൽ 45 ദിവസത്തെ ഇടവേള എന്നതാണ്. പക്ഷേ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ പ്രത്യേകത നമുക്ക് അറിയാവുന്നതാണ്. പൊതുവിൽ മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള വില്ലേജുകൾ പോലെയല്ല, ഇവിടെ നഗര സ്വഭാവമുള്ള ധാരാളം പഞ്ചായത്ത് പ്രദേശങ്ങളുണ്ട്. ആ മേഖലകളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടാകും. ആളുകൾ മറ്റ് മാർഗങ്ങളെ, ഈ 45 ദിവസത്തെ ഇടവേള എന്നത് വളരെ വലിയൊരു ഇടവേളയാണ്. ഇപ്പോൾ തന്നെ ഗ്രാമീണ മേഖലകളിലൊക്കെ നിരവധി വീടുകൾ പാചകവാതക സിലിണ്ടറുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വീടുകളുണ്ട്. ഇത്തരം കുടുംബങ്ങളെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ളൊരു തീരുമാനമാണ് വരുന്നത്. ഇക്കാര്യത്തിൽ ഇനി സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരുന്നു. പുതിയൊരു അറിയിപ്പായാണ് വരുന്നത്. ഗ്രാമീണ മേഖലകളിൽ 45 ദിവസത്തെ ഇടവേള എന്ന ഒരു തീരുമാനം വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ജനജീവിതത്തെ ബാധിക്കുന്ന നിലയാകും. മറ്റ് മാർഗ്ഗങ്ങൾ, ഇപ്പോൾ വിറകടുപ്പ് നേരത്തെ സൂചിപ്പിച്ചതാണ്, വിറകടുപ്പൊക്കെ ധാരാളമായി ഉപയോഗിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വീട്ടുകാർ മാറി വന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ മണ്ണെണ്ണ സ്റ്റൗവോ അല്ലെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങളോ, ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിനൊക്കെ വലിയ തോതിൽ വിപണിയിൽ വില കൂടുന്ന സാഹചര്യമുണ്ട്. വലിയ തോതിൽ ആളുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായാൽ, പാചകവാതക സിലിണ്ടർ കിട്ടാതായാൽ ഈ ഭക്ഷണം പാകം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഹോട്ടലുകളും മറ്റ് ഹോസ്റ്റലുകളും എല്ലാം തന്നെ അടച്ചുപൂട്ടുന്ന നിലയിലാണ്. 25% ഹോട്ടലുകൾ പൂട്ടിക്കഴിഞ്ഞു. ഹോസ്റ്റലുകൾ പലതും പൂട്ടിക്കഴിഞ്ഞു. കുട്ടികളെല്ലാം തന്നെ വീടുകളിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്ന ഓർഡറുകൾ ക്യാൻസൽ ചെയ്യുന്നു എന്ന കാര്യം കാറ്ററിംഗ് കമ്പനി ഉടമകൾ പറയുന്നുണ്ട്. വിവാഹ പാർട്ടികൾ, അതുപോലെ തന്നെ ഇഫ്താർ സംഗമവുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്ത ഓർഡറുകളുണ്ട്. അതെല്ലാം തന്നെ ചെയ്തു തീർക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. പുതിയ ഓർഡറുകൾ ഇത്തരത്തിലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾ എടുക്കുന്നുമില്ല. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പാർലമെന്റിലടക്കം ഈ വിഷയങ്ങൾ ചർച്ചയാവുന്നു. 45 ദിവസത്തെ ഇടവേള ഗ്രാമീണ മേഖലയിൽ സിലിണ്ടറുകൾക്ക് കൊണ്ടുവരുമ്പോൾ അത് ചെറുതല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് അവസ്ഥ. അതായത് വാണിജ്യ മേഖലയിൽ നിന്നും ഗാർഹിക മേഖലയിലേക്ക് കൂടി പാചകവാതക ക്ഷാമം വരികയാണ്.